സതീശൻ എല്ലാ മാസവും അദ്ദേഹത്തിന്റെ അലവൻസ് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഈ പൂച്ച കെട്ടുകിടക്കുന്ന ട്രഷറി നാൾ ഓർക്കണം. അവിടുന്നാണ് 82,500 കോടി പാവപ്പെട്ട 62 ലക്ഷം വരുന്ന മനുഷ്യർക്ക്, പട്ടിണി പാവങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ, ജീവിക്കാൻ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പെൻഷനായി അവരുടെ കയ്യിലെത്തിച്ചു കൊടുത്തത്. ആകെ UDF മുദ്രാവാക്യം എന്തായിരുന്നു? പോറ്റിയത് കേറ്റിയത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. രാമൻ നായർ എന്നാണ് സഖാവായത്? ഈ കോൺഗ്രസ്സുകാർക്ക് ഉളുപ്പില്ലെന്ന് പറയുന്നതാണ്. രണ്ടുപേര് നമ്മുടെ പാർലമെന്റ് മുമ്പിൽ 2 പാർലമെന്റ് മെമ്പർമാർ കയ്യടിച്ച് പാടുകയാണ്, പോറ്റിയെ കേറ്റിയ ധാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഞാൻ ആ പടം ഇന്നലെ കണ്ടു നോക്കിയപ്പോഴാണ് അടൂർ പ്രകാശ് സഖാക്കളാണ് അയ്യപ്പ, ആന്റോ ആന്റണി സഖാക്കളാണ് അയ്യപ്പ. ഇവിടെ 2 ആശാന്മാരും കൂടി പോറ്റിയെ ഇങ്ങനെ ഒക്കത്തെടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ പാർലമെന്റിന് മുമ്പിൽ പോയി പാട്ടുപാടുകയാണ്. എന്തെങ്കിലും ഉളുപ്പുണ്ടോ? ഞാൻ കോൺഗ്രസ്സുകാരോട് പറയുന്നത്, വളരെ വേഗം നിങ്ങൾ ഇപ്പോൾ എഴുതിയ പാട്ടുണ്ടാക്കിയ പാട്ട് തിരുത്തി പാടുന്നതാണ് നല്ലത്. പോറ്റിയെ കയറ്റിയത് ആരപ്പ, UDF ആണ് അയ്യപ്പ. പോറ്റിയെ കയറ്റിയത് ആരപ്പ, ജയിലിൽ കയറ്റിയത് പിണറായി ആണപ്പ എന്ന് പാടുന്നതാണ് UDF നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സതീശന്റെ യാത്രയിൽ അവസാനം 1001 കള്ളങ്ങൾ എന്ന ബുക്കും പ്രസിദ്ധീകരിക്കുന്നതാണ്. ആ സുരേഷ് ഗോപി പറഞ്ഞു, മറ്റേ മോനെ എയിംസ് വരും. അപ്പോഴാണ് നിർമ്മലാ സീതാരാമൻ വിളിച്ചു പോയിക്കുന്നത്, ഉങ്ങൾക്ക് എയിംസ് വേണമാ? അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞു, ആമ. എന്നാ പിന്നെ ആമ സംരക്ഷണ പദ്ധതിയിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒറീസയ്ക്കും തമിഴ്നാടിനുമൊപ്പം ആമ സംരക്ഷണ പദ്ധതിയിൽ കേരളവും. അതാ ഞാൻ പറഞ്ഞ ആമ മുട്ട. അവസാനം സാമ്പത്തിക തട്ടിപ്പിൽ അകത്താകുമെന്ന് വന്നപ്പോ ഉടനെ BJP ചേർന്ന്, BJP ദേശീയ പ്രസ്ഥാനം, നരേന്ദ്രമോദിജി കീ ജയ്. ഇതല്ലേ അനുഭവം? ചിലർ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്, ഭരണമൊക്കെ കൊള്ളാം, അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ 10 വർഷമായില്ലേ? നിർദോഷികളായ ചിലരുടെ ചില വാക്കുകളാണ്. എന്നാൽ ചില കോൺഗ്രസ് MLA-മാർ 50 വർഷം വരെയാണ് മത്സരിക്കുന്നത്. ഒരു പ്രശ്നമില്ല. സതീശൻ തന്നെ മത്സരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 40 വർഷം കഴിഞ്ഞു എന്നാണ്. പറവൂരില്ലേ 40 വർഷം കഴിഞ്ഞു എന്നാണ്. ഇതല്ലേ പ്രതിപക്ഷ നേതാവ് സതീശൻ പറയുന്നത് കേട്ടു, ഞങ്ങൾ 1000 ഡോക്ടർമാരെ ഇരുത്തി ഒരു ഭാവി കേരളത്തിന്റെ പദ്ധതി തയ്യാറാക്കിയാണ്. എടോ, നിങ്ങളല്ലേ ഇതെല്ലാം വിൽക്കാൻ തീരുമാനിച്ചത് 2016-ൽ. അതിനെ തകർത്ത് തരിപ്പണമാക്കാൻ നിങ്ങൾ തീരുമാനിച്ചെടുത്തല്ലേ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കയ്യിൽ ഭരണമേൽപ്പിച്ചത്. അങ്ങനെയല്ലേ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാനും 13,50,00,000 ആളുകൾക്ക് ചികിത്സ കൊടുക്കാനുള്ള സംവിധാനമാക്കി ഈ കേരളത്തിൽ നിന്ന് മാറ്റിയത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റൊരു പുതിയ ചരിത്രം കൂടി എഴുതാൻ പോവുകയാണ്. ഫെബ്രുവരി മാസം 15-ന് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു സുപ്രധാനമായ ദിവസമാണ്. കേരളത്തിൽ 5 ലക്ഷം പേർക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് പൂർത്തീകരിക്കുന്ന ദിവസമാണ് 2026 ഫെബ്രുവരി മാസം 15-ന്. അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 5 ലക്ഷം ആളുകൾക്ക് വീട് കേരളത്തിൽ. രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അടുത്ത 25 വർഷം കൊണ്ട് സാധിക്കുമത്? അടുത്ത 25 വർഷം കൊണ്ട് അവിടുത്തെ എല്ലാവർക്കും വീട് കൊടുക്കാൻ സാധിക്കുമോ? ഇവിടെ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ച് 1,60,60,000 വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വീട് കൊടുക്കും എന്നത് ഇടതുപക്ഷത്തിന്റെ ജനങ്ങൾ കൊടുത്ത വാഗ്ദാനമാണ്. അതെല്ലാം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കോൺഗ്രസ് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ കോൺഗ്രസിന്റെ മുദ്രാവാക്യം റൊട്ടി കപ്പട മക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഹാരം, എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും വസ്ത്രം. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിക്കുക, നിങ്ങൾ ആ ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കിയോ? ഇന്ദിരാഗാന്ധിയുടെ ഭരണം കഴിഞ്ഞ് മകൻ രാജീവ് ഗാന്ധി ഭരിച്ചില്ലേ? അതിനുശേഷം നരസിംഹ റാവു നമ്മുടെ രാജ്യം ഭരിച്ചില്ലേ, കോൺഗ്രസിന്റെ പ്രസിഡന്റ്? അതിനുശേഷം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ 2 ടേം 10 വർഷം ഭരിച്ചില്ലേ? നിങ്ങൾ ഈ രാജ്യത്ത് മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ഏതെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ നോക്കിയോ? അതാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മുദ്രാവാക്യം.
പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നാൽ പിന്നെ കുരായണ. അതാണ് സഖാവ് EMS പറഞ്ഞത് 1957. ഞങ്ങൾക്കറിയാം ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതി. ഇതൊരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ സോഷ്യലിസം ഒന്നും കെട്ടിപ്പടുക്കാൻ പോവുകയല്ല. പക്ഷേ ബൂർഷ്വാ പാർട്ടികൾ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുകയും അവരെ പറ്റിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനം നടത്തി ഒരു തെല്ലെങ്കിലും ആശ്വാസം കൊടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് സഖാവ് EMS അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭരണം മുഴുവൻ മാറ്റിമറിക്കാനല്ല, പക്ഷേ ഈ ബൂർഷ്വാ സംവിധാനത്തിനകത്ത് പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ കഴിയും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചികിത്സയായി, വിദ്യാഭ്യാസമായി, പാർപ്പിടമായി, ഭക്ഷണമായി അവരുടെ മുമ്പിൽ ഞങ്ങൾ ചെയ്യുന്നത്. കടുത്ത പ്രതിസന്ധി നമുക്കുണ്ട്. സാമ്പത്തികമായി നമ്മളെ തകർക്കാൻ കോൺഗ്രസും BJPയും ഒരുമിച്ച് നിൽക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് നമുക്ക് നൽകേണ്ടത് 2.5 ലക്ഷം കോടിയുടെ കുറവാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായത്. 2.5 ലക്ഷം കോടി. 2.5 ലക്ഷം കോടി നമ്മളെ സംബന്ധിച്ചു ചെറിയ തുകയല്ല. നമ്മുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് 1.25 ലക്ഷം കോടി മാത്രമാണ്. 2.5 ലക്ഷം കോടിയുടെ കുറവാണ് കേരളത്തിന്. ഇപ്പോഴല്ലേ ബഡ്ജറ്റ് അവതരിപ്പിച്ച നമ്മുടെ ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ് വന്നില്ലേ? 10 നയാ പൈസ ഉണ്ടോ കേരളത്തിന്? 36 പദ്ധതികളല്ലേ കേരളം കേന്ദ്രത്തിന് മുമ്പാകെ മുന്നോട്ട് വെച്ചത്. ഏതെങ്കിലും ഒരു പദ്ധതി അംഗീകരിച്ചോ കേന്ദ്രം? നേരത്തെ ബഡ്ജറ്റിൽ വന്ന പദ്ധതിയല്ലേ അങ്കമാലി ശബരി പദ്ധതി. അതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി അതിന്റെ ചെലവിന്റെ പകുതി വഹിക്കാൻ കേരളം സന്നദ്ധമാണെന്ന് പറഞ്ഞില്ലേ? 1760 കോടി രൂപ കേരളം അതിനുവേണ്ടി മാറ്റിവെച്ചു. 1 രൂപ കേന്ദ്ര ഗവൺമെന്റ് നൽകിയോ? പാലക്കാട് കഞ്ചിക്കോട്ട് കോച്ച് ഫാക്ടറി ഉണ്ടാക്കുന്നതിന് വേണ്ടി പണം കൊടുത്തില്ലേ? സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ലേ? അവിടെ തറക്കല്ലിട്ട് പോയത് കോൺഗ്രസ് ഗവൺമെന്റാണ്. ശ്രീമാൻ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് 2011-16 കോൺഗ്രസ് ഗവൺമെന്റ് അവിടെ തറക്കല്ലിട്ടത്. ഞാനത് അവിടെ പാർലമെന്റ് മെമ്പറാണ്. ആ തറക്കല്ല് എവിടെയായിട്ടത്? പാലക്കാട്ട് കോട്ട മൈതാനിയിലാണ്. ഇപ്പൊ തറയും കാണുന്നില്ല, കല്ലും കാണുന്നില്ല. ഇത് കോൺഗ്രസിന്റെ സ്ഥിരം ഏർപ്പാടാണ്, കല്ലിടുക. ഇതല്ല പദ്ധതി യാഥാർത്ഥ്യമാകും പറയും ഞങ്ങളിട്ട കല്ലാണ്. പട്ടം താണുപിള്ള തൊട്ടിട്ട കല്ലുണ്ട് കോൺഗ്രസിന്റെ കാലത്ത്. പട്ടം താണുപിള്ള കല്ലിന്മേൽ മറ്റൊരു കല്ല് കോൺഗ്രസ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇതിപ്പോ നമ്മുടെ കൊച്ചിയിൽ ഇന്നലെ കൊച്ചി ക്യാൻസർ സെന്റർ KCC ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി, മലബാറിൽ ഒരു ക്യാൻസർ സെന്റർ MCC, തിരുവനന്തപുരത്ത് ഒരു ക്യാൻസർ സെന്റർ RCC, ഇവിടെ കൊച്ചി ക്യാൻസർ സെന്റർ ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. അപ്പോഴും കോൺഗ്രസ്സുകാർ പറയാ കല്ലിട്ടത് നമ്മളാ, കല്ലിട്ടത് നമ്മളാ. കണ്ണൂരിലെ വിമാനത്താവളം, അപ്പോഴും കോൺഗ്രസ്സുകാർ പറഞ്ഞു കല്ലിട്ടത് നമ്മളാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, അപ്പോഴും കോൺഗ്രസ് പറഞ്ഞു കല്ലിട്ടത് നമ്മളാണ്. ഇവിടെ കല്ലിന്റെ പേര് മറ്റൊരു കല്ല് വെക്കണ്ടേ? ഇമാതിരി തട്ടിപ്പ് കൊണ്ട് അധികാരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിന് മനസ്സിലായി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായി 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 91 സീറ്റാണ് ജനങ്ങൾ നൽകിയെങ്കിൽ 2021 ആയപ്പോൾ ആ സീറ്റുകളുടെ എണ്ണം 99 കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചേർത്ത് പിടിച്ചു. ജനങ്ങൾക്ക് മനസ്സിലായി വാക്കും പ്രവൃത്തിയും ഒന്നുള്ള ഒരു മുന്നണിയാണ് LDF എന്ന്. കേന്ദ്ര ഗവൺമെന്റും കോൺഗ്രസും കൂടി നമ്മുടെ കേരളത്തെ വരിഞ്ഞു മുറുക്കാനുള്ള സമര പരിപാടികൾ നടത്തിയില്ലേ? 19 പാർലമെന്റ് മെമ്പർമാരില്ലേ ലോകസഭയിൽ കോൺഗ്രസിന്റെ UDFന്റെ? ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ കേരളത്തെ സഹായിക്കണമെന്നോ? ഇത് നീതി നിഷേധമാണ് എന്ന് കേരളത്തിന് വേണ്ടി വാദിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഏതെങ്കിലും UDFന്റെ പാർലമെന്റ് മെമ്പർമാരുണ്ടായിരുന്നോ? കേരളത്തിലെ മുഖ്യമന്ത്രി ഈ പാർലമെന്റ് മെമ്പർമാരെ മുഴുവൻ വിളിച്ച് കേരളത്തിന് വേണ്ടി നിങ്ങൾ ശബ്ദിക്കണം എന്ന് പറഞ്ഞല്ലേ? സാധാരണ സ്കൂളിൽ പോകുമ്പം കുട്ടികളെ കളിയാക്കാൻ പറയും, നിങ്ങൾക്ക് കിട്ടുന്നത് ആനമുട്ടയാണ്, ആനമുട്ട.
ഈ ബഡ്ജറ്റ് നമുക്ക് കിട്ടിയതോ ആമമുട്ട. ആമമുട്ട, കേന്ദ്ര ബഡ്ജറ്റിൽ ആമമുട്ട. അതിനെക്കുറിച്ച് നവമാധ്യമത്തിൽ രസകരമായ ഒരു കാര്യം ഞാൻ കണ്ടു. കേരളത്തിൽ BJPക്ക് ഒരു പാർലമെന്റ് മെമ്പറുണ്ട്, സുരേഷ് ഗോപി, തൃശൂർ. പുള്ളി തൃശൂരിനെ എടുത്തു പോയി കൈവച്ചിരിക്കുക. ആ സുരേഷ് ഗോപി പറഞ്ഞു, മറ്റേ മോനെ എയിംസ് വരും. BJPക്കാർ അതിന്റെ കൂടെ എന്ന് പറഞ്ഞു, എയിംസ് വരും. അപ്പോഴാണ് നിർമ്മലാ സീതാരാമൻ വിളിച്ചു പോയിക്കുന്നത്, ഉങ്ങൾക്ക് എയിംസ് വേണമാ? അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞു, ആമ. എന്നാ പിന്നെ ആമ സംരക്ഷണ പദ്ധതിയിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒറീസയ്ക്കും തമിഴ്നാടിനുമൊപ്പം ആമ സംരക്ഷണ പദ്ധതിയിൽ കേരളവും. അതാ ഞാൻ പറഞ്ഞ ആമമുട്ട, വേറൊന്നുമില്ല. എന്നിട്ട് തൊലിക്കട്ടി ഈ BJPക്കാർക്ക്. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇത് അപൂർവമായ സൗഭാഗ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ പോലും ആളുകൾ കേരളത്തിലേക്ക് വരും. ഒരു ടട്ടിൽ ടൂറിസം, ടട്ടിൽ എന്ന് പറഞ്ഞ ആമയാണ്, ഒരു ആമ ടൂറിസം കേരളത്തിൽ വികസിക്കും. ബുഷും ട്രംപും എല്ലാം ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയാണ്. അവരോട് പിന്നെ എന്തു പറയാൻ? എന്തായാലും നമ്മുടെ 2020 സാബു ജേക്കബും ഇപ്പൊ അവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒന്നല്ല ഒന്നിലധികം ആമമുട്ട കിട്ടും എന്നെനിക്ക് ഉറപ്പാണ്. നമ്മുടെ നാട്ടിലൊരു പുതിയ കാര്യം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചല്ലേ അദ്ദേഹം. കിഴക്കമ്പലവും മറ്റ് പഞ്ചായത്തുകളുമെല്ലാം 2020 എന്ന് പറഞ്ഞു നടന്നത്. അവസാനം സാമ്പത്തിക തട്ടിപ്പിൽ അകത്താകുമെന്ന് വന്നപ്പോ ഉടനെ BJP ചേർന്ന്, BJP ദേശീയ പ്രസ്ഥാനം, നരേന്ദ്രമോദിജി കീ ജയ്. ഇതല്ലേ അനുഭവം? ഈ കേരളത്തോട് കാണിക്കുന്ന വിവേചനം, അതിൽ കോൺഗ്രസും ഏതാണ്ട് ഒരേ സമീപനമല്ലേ സ്വീകരിക്കുന്നത്? നേരത്തെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി, അതെല്ലാ മാസവും വീട്ടിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു പെൻഷൻ ഫണ്ട് സംവിധാനം കൊണ്ടുവന്നത്. ഫലപ്രദമായി മുന്നോട്ട് പോയി. 2016 മുതൽ 2016 LDF അധികാരത്തിൽ വരുമ്പോൾ 18 മാസത്തെ പെൻഷനാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കൊടുക്കാനുണ്ടായിരുന്നത്. 18 മാസം. വലിയ പൈസ ഒന്നുമില്ല, 500 രൂപ, 500 രൂപ മാസം കൊടുക്കണ്ടല്ലോ എന്ന് കരുതി ഉമ്മൻചാണ്ടി 100 രൂപയുടെ കൂട്ടി. കൊടുക്കണ്ട, 100 രൂപ കൂട്ടി. ഈ കല്ലിടുന്ന പോലെ തന്നെയാണ്. ആ 18 മാസവും ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി മുഖ്യമന്ത്രി ആയതിനു ശേഷം അതും കൂടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പോഴുള്ള പെൻഷൻ ഇരട്ടിയാക്കി ഞങ്ങൾ വർദ്ധിപ്പിക്കും. അത് 1200 ആക്കി. 600 ഉള്ളത് 1200 ആക്കി. ഞങ്ങൾ പോകുമ്പോൾ അത് വീണ്ടും വർദ്ധിപ്പിക്കും. അങ്ങനെ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനം അത് 1600 എത്തി. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് ഒരു ഉളുപ്പില്ലെന്ന് മനസ്സിലായില്ലേ? അവർ പറഞ്ഞു, ഈ പെൻഷൻ പദ്ധതി തുടങ്ങിയത് ആർ ശങ്കറാണ്. ആർ ശങ്കർ തന്നെ ഞെട്ടിപ്പോയി. ഇമാതിരി വിടുന്നവരാണോ കോൺഗ്രസ്സുകാരെന്ന് ഓർത്തുപോയി. 2 കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റുമാരല്ലേ? കോൺഗ്രസിന് ഇപ്പൊ കുറച്ച് പ്രസിഡന്റുമാരൊന്നുമല്ല, 4 പേരാണ് പ്രസിഡന്റുമാർ. ഒരു പ്രസിഡന്റും 4 വർക്കിംഗ് പ്രസിഡന്റും. എല്ലാ സമുദായത്തിനും ഓരോന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അപകടം നടന്നാൽ ഒരു KPCC സെക്രട്ടറി എങ്കിലും പെടും. അത്രമാത്രം സെക്രട്ടറിമാർ അവർക്കുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ജംബോ കമ്മിറ്റിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അവരാണ് പുതുയുഗം അതിന് പിറവിക്ക് വേണ്ടി ഇപ്പം നടക്കുന്നത്. പക്ഷേ നടയടിയാണ് എന്നാണ് ഇന്നത്തെ കണ്ടത്. എല്ലാ സ്ഥലത്തും വെറും നടപ്പല്ല, നടയടിയാണ്. അപ്പൊ ഇങ്ങ് വരുന്നുണ്ട് ജാഗ്രതയെ. കോലഞ്ചേരിക്കാർ പ്രത്യേകമായി ജാഗ്രത, ആ ജാഗ്രത ക്രമസമാധാന പ്രശ്നത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ ഇടതുപക്ഷ ഗവൺമെന്റ് 1600 ആക്കി പെൻഷൻ. എല്ലാ മാസവും പെൻഷൻ കൈ കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായത്, ഇങ്ങനെ പെൻഷൻ കിട്ടി തുടങ്ങിയാൽ ഈ പാവങ്ങൾ, പട്ടിണി പാവങ്ങളെല്ലാം ജീവിച്ചു വരുന്നത് കൊണ്ട് കൊടുക്കാൻ പാടില്ല. സമരം BJPയോടൊപ്പം ചേർന്ന് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ ആ പെൻഷൻ പദ്ധതി അട്ടിമറിച്ചു, കടബാധ്യതയാക്കി പ്രഖ്യാപിച്ചു. ആ പെൻഷൻ സംവിധാനം അതോടുകൂടി അവസാനിച്ചു. എല്ലാ മാസവും കൊടുക്കാൻ പ്രയാസമായി.
കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള പണം പിടിച്ചു വെച്ചു. 4 മാസം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 4 മാസം കുടിശ്ശികയായി. അപ്പോഴാണ് നമ്മുടെ അടിമാലിക്കാരത്തി മറിയക്കുട്ടി ചേട്ടത്തിയെ ഒരു ചട്ടിയും പിടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ നടത്തിയത്. മറിയാമ്മ ചേട്ടത്തിയെ ചട്ടിയുമായി നടത്തി. എന്നിട്ട് അതിന്റെ പടമെടുത്ത് പെൻഷൻ കൊടുക്കുന്നില്ല, ആളുകൾ പ്രതിസന്ധിയിൽ. ഏതാ ആന്റണിയുടെ കാലത്ത് 500 റുപ്യ 28 മാസം കൊടുക്കാതിരുന്ന മഹാന്മാർ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കൊടുക്കാതിരുന്ന മഹാന്മാർ 4 മാസം സമരം ചെയ്ത് പൂട്ടിച്ചതിന് ശേഷം പെൻഷനെതിരെ സമരരംഗത്തേക്ക് വരികയാണ്. എൽഡിഎഫ് അന്നും പറഞ്ഞു, നിങ്ങൾ ഈ സമരമെല്ലാം എത്ര നടത്തിയാലും ഈ പാവങ്ങൾക്ക് 1 രൂപ പോലും ഞങ്ങൾ കൊടുക്കാതിരിക്കില്ല, അത് കൊടുക്കും എന്ന് ഞങ്ങൾ LDF UDF-നോട് പറയുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ 1 രൂപയുടെ പെൻഷന്റെ കുടിശ്ശിയുണ്ടോ? നിങ്ങൾ പറഞ്ഞ 1600 അല്ല, ഇപ്പൊ 2000-ലേക്ക് കേരളത്തിലെ പെൻഷൻ മാറിയിരിക്കുന്നു. 2000 റുപ്യ ഒരു വീട്ടിൽ 2 പെൻഷൻകാരുണ്ടെങ്കിൽ 4000 റുപ്യ ഒരു മാസം. സാധാരണ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഒരു സഹായം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 5 വർഷം കൊണ്ട് 9000 കോടിയാണ് പെൻഷൻ കൊടുത്തതെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്തത് പെൻഷന് 82,500 കോടി രൂപയാണ്. സതീശനും UDF-ഉം പറയുന്നു, ഇവിടെ ഖജാനയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. സതീശൻ എല്ലാ മാസവും അദ്ദേഹത്തിന്റെ അലവൻസ് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഈ പൂച്ച കെട്ട് കിടക്കുന്ന ട്രഷറി നാൾ ഓർക്കണം. അവിടുന്നാണ് 82,500 കോടി പാവപ്പെട്ട 62 ലക്ഷം വരുന്ന മനുഷ്യർക്ക്, പട്ടിണി പാവങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ, ജീവിക്കാൻ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പെൻഷനായി അവരുടെ കയ്യിലെത്തിച്ചു കൊടുത്തത്. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഞങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യന്റെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. രണ്ടാം ഇടതുപക്ഷ ഗവൺമെന്റ് സഖാവ് പിണറായിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യത്തെ ക്യാബിനറ്റ് യോഗം ഒരു തീരുമാനമെടുത്തു. നീതി ആയോഗ് പറയുന്നു, കേരളത്തിൽ 0.7% അതിദരിദ്രരായ മനുഷ്യരുണ്ട്. ആ 7% അതിദരിദ്രരായ മനുഷ്യരെ ആ ദാരിദ്ര്യത്തിൽ വിമോചിപ്പിക്കണം. ആ അതിദരിദ്രരായ മനുഷ്യരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 4 ലക്ഷം കുടുംബശ്രീ പ്രവർത്തകരെ ചുമതലപ്പെടുത്തി. 4 ലക്ഷം കുടുംബശ്രീ പ്രവർത്തകർ 7 മാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ, പഞ്ചായത്തുകളിൽ ഇവരെല്ലാം സർവേ നടത്തി. ഇവരെ കണ്ടുപിടിക്കണം. ഈ കണക്ക് മാത്രമേ ഉള്ളൂ, ആരാണെന്നറിയില്ല. അവർക്ക് റേഷൻ കാർഡില്ല, മറ്റൊരു തിരിച്ചറിയൽ രേഖയും പാവപ്പെട്ട മനുഷ്യർക്കില്ല. അവർ 7 മാസം സർവേ നടത്തി. അവർ കണ്ടെത്തി 64,006 കുടുംബങ്ങൾ അങ്ങനെ ഈ കേരളത്തിലുണ്ട്. 1,18,000 ആളുകൾ 64,006 കുടുംബങ്ങളിൽ. അവർക്ക് പലർക്കും വീടില്ല, അവർക്ക് പലർക്കും ചികിത്സ വേണം, മരുന്ന് വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, ഇതെല്ലാം വേണം. പഞ്ചായത്തുകളോട് പറഞ്ഞു, നിങ്ങൾ പദ്ധതി തയ്യാറാക്കണം. 3 വർഷം കൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനവും ഒരുക്കി. 1000 കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചത്. 1000 കോടി രൂപ. എന്നിട്ട് കഴിഞ്ഞ മാസം നവംബർ മാസം 2025 നവംബർ 1-ാം തീയതി കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, കേരളത്തിൽ അതിദരിദ്രരായ മനുഷ്യരിനി അവശേഷിക്കുന്നില്ല, അവരെ ആ അതിദാരിദ്ര്യത്തിൽ നിന്നും വിമോചിപ്പിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ മനോരമയ്ക്ക് നിൽക്കക്കള്ളിയില്ല, കോൺഗ്രസിന് നിൽക്കക്കള്ളിയില്ല. എന്നിട്ട് ഓരോ സ്ഥലത്തും ഫോട്ടോ എടുക്കാണ്, ദരിദ്രമുള്ളവർ. ഞങ്ങൾ UDF-നോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് നിങ്ങൾ കാണുന്ന റേഷൻ കാർഡുള്ള മനുഷ്യരല്ല, അതൊന്നുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണ്. അത് അവസാനിപ്പിക്കാൻ ഈ രാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനത്തിനേ കഴിയൂ. ആ സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ്. അവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതുകൊണ്ടാണ് സാധിക്കുന്നത്. ഞങ്ങൾ ഇന്ന് കേവല ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. ദാരിദ്ര്യമുള്ള ഒരു മനുഷ്യനും ഇല്ലാത്ത നാടാക്കി കേരളത്തെ മാറ്റാൻ
അതാണ് നവകേരളം, പുതിയ കേരളം. ആ പുതിയ കേരളത്തിന്റെ സൃഷ്ടിക്കായി ഈ ജാഥാ പര്യടനം നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം രാവിലെ ആ പ്രദേശത്തിലെ എല്ലാ ഈ ഭാഗം മനുഷ്യരെ ഞങ്ങൾ വിളിച്ചു ചേർത്ത് നിങ്ങൾ ഭാവി കേരളത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്, അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി തയ്യാറാക്കി അത് അവതരിപ്പിച്ച് അതാണ് അടുത്ത മാനിഫെസ്റ്റോ ആയി 2026 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകും. 2016 ജനങ്ങളിൽ നിന്ന് കിട്ടിയ 600 കാര്യങ്ങൾ ചേർത്താണ് അന്ന് മാനിഫെസ്റ്റോ തയ്യാറാക്കിയത്. അതിൽ 59% കാര്യങ്ങളും പൂർത്തീകരിച്ചു. 2021 ജനങ്ങളോട് പറഞ്ഞു ഓരോ വർഷവും പൂർത്തീകരിച്ച കാര്യങ്ങൾ. 2021 900 കാര്യങ്ങൾ മാനിഫെസ്റ്റോയിൽ ചേർത്തു. മഹാഭൂരിപക്ഷം കാര്യങ്ങളും ഇതുവരെ പൂർത്തീകരിച്ചു. അത് മാത്രമല്ല, പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു. UDF ഗവൺമെന്റ് ഉപേക്ഷിച്ച പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കി. നാഷണൽ ഹൈവേ 66 UDF ഈ കേരളത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച പദ്ധതിയല്ലേ? കാസർഗോഡ് 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താനുള്ള 6 വരി പാത നിങ്ങൾ ഉപേക്ഷിച്ചല്ലേ? നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഇത് കേരളത്തിൽ യാഥാർത്ഥ്യമാകില്ല എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആ കടലാസ് മുഴുവൻ ഡൽഹിയിലേക്ക് കൊടുത്തുവിട്ട് NHAയുടെ ഓഫീസും പൂട്ടി സീരി വെച്ചതല്ലേ നിങ്ങൾ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നില്ലായിരുന്നെങ്കിൽ അതിന്ന് യാഥാർത്ഥ്യമാകുമായിരുന്നു. 5558 കോടിയാണ്. ഇന്ന് രാജ്യസഭയിലെ ഒരു ഉത്തരത്തിന് ജോൺ ബിട്ടാസിന്റെ കയ്യിലാണ് ഒരു മറുപടി കൊടുത്തിരിക്കുന്നത്. 5558 കോടി ഇന്ത്യയിൽ റോഡ് പണിക്ക് ഒരു സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന പണം നൽകിയ സംസ്ഥാനം കേരളമെന്ന് രാജ്യസഭയിൽ കൊടുത്ത മറുപടിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രേഖാമൂലം എഴുതി കൊടുത്തിരിക്കുന്നു. നമ്മളോട് മാത്രമേ കാശ് ചോദിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊച്ചി അങ്കമാലി ശബരി 1750 കോടി രൂപ. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് പണം ചോദിക്കുന്നുണ്ടോ റെയിൽവേ പദ്ധതിക്ക്? കേരളം ഒഴിച്ച് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് പണം ചോദിക്കുന്നുണ്ടല്ലോ നാഷണൽ ഹൈവേ പദ്ധതിക്ക്, കേരളം ഒഴിച്ച്. BJP ഗവൺമെന്റിന് നമുക്ക് 1 രൂപ തരാൻ മടിയാണ്. എങ്ങനെയും കേരളത്തെ ജനങ്ങളെ നമുക്കെതിരാക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സമീപനം സ്വീകരിക്കുകയാണ്. അവിടെയെല്ലാം നിന്നുകൊണ്ട് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നയം നടപ്പിലാക്കാനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമുക്കൊരു 5 വർഷത്തോടെ കഴിഞ്ഞാൽ പിന്നെ കേന്ദ്ര BJP ഒന്നും നമ്മളെ തൊടാൻ സാധിക്കില്ല. നമുക്ക് ആവശ്യമായ പണം കേരളത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കും. ഇപ്പൊ തനത് വരുമാനം വർദ്ധിപ്പിച്ച് നമ്മുടെ കടബാധ്യത കുറഞ്ഞ് ഇന്ത്യയിൽ കടമുള്ള 10 സംസ്ഥാനങ്ങളിലൊന്നും നമ്മളില്ല. നമ്മളുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൂച്ച പെറ്റുകിടക്കുകയല്ല, പുലി പറ്റാലും കുഴപ്പമില്ല എന്ന് UDFകാരോട് പറഞ്ഞ് അതിവേഗതയിൽ ഗതിവേഗതയിൽ കേരളം മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി 47 കിലോമീറ്റർ പൂർത്തീകരിച്ചപ്പോൾ 2 വർഷം കൊണ്ട് പിണറായി വിജയൻ 470 കിലോമീറ്റർ പൂർത്തീകരിച്ച് ആ പദ്ധതി കമ്മീഷൻ ചെയ്തില്ലേ? ഏതേത് പദ്ധതി എടുത്തു നോക്കിയാലും ആയിരക്കണക്കിന് കോടിയുടെ പദ്ധതികളല്ലേ. വിഴിഞ്ഞം തുറമുഖ പദ്ധതി തടസ്സപ്പെടുത്താൻ നിങ്ങൾ എന്തൊക്കെ സമീപനം സ്വീകരിച്ചു? പ്രദേശവാസികളെ സമരം രംഗത്തേക്ക് കൊണ്ടുവന്നില്ലേ? ആ സമരത്തിന് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ പോയി പ്രഖ്യാപിച്ചില്ലേ? അവരെ കൊണ്ട് വിഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് 14 പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? നിങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു പോലീസ് വെടിവെപ്പുണ്ടാവും, അതോടുകൂടി വിഴിഞ്ഞം പദ്ധതി അവസാനിക്കും. എന്നാൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ മരിച്ചു വീണാലും ആകാശത്തേക്ക് പോലും വെടിവെക്കാൻ തോക്കെടുക്കരുത് എന്ന് പറഞ്ഞ് ആ സമരത്തെ അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു UDFന്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, തുടർ ഭരണം കൊണ്ടുള്ള നേട്ടമാണിതെല്ലാം. ഇവിടെ ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് പോയി കേസ് കൊടുക്കും, ഇല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവ് പോയി കേസ് കൊടുക്കും. തമ്മിൽ തർക്കമാണ്. ആരാണ് ആദ്യം?
ഇല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ കൊണ്ട് കേസ് കൊടുപ്പിക്കും, ഇല്ലെങ്കിൽ BJP-ക്കാരെ കൊണ്ട് കേസ് കൊടുപ്പിക്കും. അങ്ങനെ കേരളത്തിന്റെ പദ്ധതിയെ തടസ്സപ്പെടുത്തുക. നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, രമേശ് ചെന്നിത്തല ഒരു കേസ് കൊണ്ട് കൊടുത്ത 80 ലക്ഷം കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകളുടെ വിവരം അമേരിക്ക അവർക്ക് ചോർത്തി കൊടുത്തിരിക്കുന്നു ഇടതുപക്ഷ ഗവൺമെന്റ്. ആരാ പറഞ്ഞത്? മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോടതിയിൽ കേസുമായി പോയില്ലേ? ആ കേസ് കെട്ട് വലിച്ചെറിഞ്ഞ് കോടതി വലിച്ചെറിഞ്ഞ് എന്തൊക്കെയാണെന്ന് ചർച്ച ഒരു വിഭാഗം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ചർച്ച നടത്തുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും മുൻ പ്രസിഡന്റ് ഒബാമയെല്ലാം ഈ റേഷൻ കാർഡിന്റെ ചോർത്തി എടുത്തിട്ട് അമേരിക്കൻ റേഷൻ കടയിൽ ക്യൂ നിന്ന് സാധനം വാങ്ങിക്കുകയാണ്, എന്നാണ് തട്ടിവിടുകയാണ്. എന്തൊക്കെ അപവാദ പ്രചരണങ്ങൾ! കോവിഡ് മഹാകാരി കാലത്ത് നമ്മളെ സഹായിക്കാൻ ഒരു അമേരിക്കയിലെ ടെക് കമ്പനി പത്തനംതിട്ടക്കാരൻ സ്പ്രിംഗ്ലർ അത് നമ്മുടെ വിവരം മുഴുവൻ ചോർത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തില്ലേ? കഴിഞ്ഞ ദിവസമല്ലേ ഹൈക്കോടതി അത് വലിച്ചെറിഞ്ഞത്? എത്ര കേസുകൾ! ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസിനാവുന്നില്ല. അവർക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് വെക്കാനുണ്ടോ? കഴിഞ്ഞ പാർലമെന്റ് നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം എന്താ? അവർ 10 വർഷം 5 വർഷം ചെയ്ത കാര്യങ്ങളാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും പ്രതിഷേധം അവർക്കുണ്ടോ? അത് ശരിയല്ലെന്ന് പറയാനുണ്ടോ? ഒന്നുമില്ല. ആകെ UDF-ന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? പോറ്റിയത് കേറ്റിയത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഇതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പ്രധാന മുദ്രാവാക്യം? പോറ്റിയെ കേറ്റിയത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. എന്തായാലും അതിന്റെ ഓരോ വിവരങ്ങളും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കള്ളരേഖരിയാണ് ശബരിമലയിൽ വന്നത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയെ കയറ്റിയത്? എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയെ കയറിയത്? അതെല്ലാം ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2004 ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരി ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ തന്ത്രി കണ്ഠര് രാജീവരുടെ പരികർമ്മിയായി ശബരിമലയിൽ എത്തുന്നത് 2004. ആ 2004 ആരാണ് കേരളം ഭരിച്ചത്? UDF. ആരാണ് ദേവസ്വത്തിന്റെ മന്ത്രി? കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ. ആരാണ് അന്നത്തെ ദേവസ്വത്തിന്റെ ചെയർമാൻ, ബോർഡ് ചെയർമാൻ? കോൺഗ്രസ് നേതാവ് രാമൻ നായർ. അപ്പൊ ആരാണ് പോറ്റിയെ കയറ്റിയത്? കോൺഗ്രസ്. KC വേണുഗോപാൽ എന്നാണ് സഖാവായത്? രാമൻ നായർ എന്നാണ് സഖാവായത്? ഈ കോൺഗ്രസ്സുകാർക്ക് ഉളുപ്പില്ലെന്ന് പറയുന്നതാണ്. രണ്ടുപേര് നമ്മുടെ പാർലമെന്റ് മുമ്പിൽ 2 പാർലമെന്റ് മെമ്പർമാർ കൈയടിച്ച് പാടുകയാണ്, പോറ്റിയെ കയറ്റിയ ധാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഞാൻ ആ പടം ഇന്നലെ കണ്ടു നോക്കിയപ്പോഴാണ് അടൂർ പ്രകാശ് സഖാക്കളാണ് അയ്യപ്പ, ആന്റോ ആന്റണി സഖാക്കളാണ് അയ്യപ്പ. 2 ആശാന്മാരും കൂടി പോറ്റിയെ ഇങ്ങനെ ഒക്കത്തെടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ പാർലമെന്റിന് മുമ്പിൽ പോയി പാട്ടുപാടുകയാണ്. എന്തെങ്കിലും ഉളുപ്പുണ്ടോ? എത്ര തൊലിക്കട്ടി കോൺഗ്രസ്സുകാർക്ക്! ഓരോ തെളിവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ പോറ്റിയെ വെച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണം മാത്രമല്ല, അവിടെ കൊടിമരം മാറ്റുന്നതിന് വേണ്ടി ആ കൊടിമരം ചിതറിപിടിച്ചു എന്ന് പറഞ്ഞ് കള്ള രേഖയുണ്ടാക്കി അത് പൊളിച്ചു മാറ്റി കോടികൾ കരസ്ഥമാക്കിയില്ലേ? കൊടിമരം പൊളിച്ചു മാറ്റിയപ്പോ എന്താ? കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് ചതിരി പിടിച്ചു. എന്നിട്ടോ ശബരിമല ഭണ്ഡാരത്തിൽ നിന്നും ആവശ്യത്തിന് സ്വർണമെടുത്തു. അതിന് സ്വർണം പൂശാൻ ആവശ്യമായ സ്വർണം ഒരാള് സ്പോൺസർ ചെയ്തു, അത് മുഴുവൻ വാങ്ങി. എന്നിട്ടോ സിനിമാ താരങ്ങളും മറ്റുള്ളവരും എല്ലാമായി കൊടിമരത്തിന് സ്വർണം വേണമെന്ന് പറഞ്ഞ് സ്വർണം വാങ്ങിച്ചു. ഇതിന്റെ ഒന്നും കണക്കില്ല.
സ്വർണം കൊണ്ടുണ്ടാക്കിയ വാജി വാഹനം, 10 കിലോയുള്ള വാജി വാഹനം ആ കൊടിമരത്തിന്റെ മുകളിൽ വെച്ചത്. അത് തന്ത്രി കണ്ഠര് രാജീവര് കൊണ്ടുപോയി. നിങ്ങളുടെ എറണാകുളംകാരനാണല്ലോ അജയ് തറയിൽ. അജയ് തറയിൽ അന്ന് ദേവസ്വം ബോർഡ് അംഗമാണ്. അജയ് തറയിൽ പറഞ്ഞു, ദേവസ്വം ഞങ്ങൾ നോക്കിയപ്പോ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്, മനസ്സിലായി, അങ്ങനെ കൈമാറിയെന്നാണ്. അതാ 10.5 കിലോയുള്ള കോടിക്കണക്കിന് രൂപയുള്ള അപൂർവമായ മുതല് ഇങ്ങനെ കൈവശം കൊടുക്കുകയാണ്. എന്നാൽ ഫോട്ടോ എങ്കിലും കൊടുക്കാതിരിക്കണ്ടേ? ഓരോ തെളിവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് നിങ്ങൾ ഇതും കൂടി പ്രത്യേകമായി അന്വേഷിക്കണം. അപ്പോഴേക്ക് സതീശനും ചെന്നിത്തലയെല്ലാം ചൂട് മാറ്റി ഈ SIT കൊള്ളരുത്താരുത്തവന്മാരാണ്, ഞങ്ങൾ അന്നേ പറഞ്ഞാണ്. CBI വേണം, CBI. ആരാ CBI? കോടതി തന്നെ പറഞ്ഞു CBI എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന പോലീസിൽ നിന്നും ഡെപ്യൂട്ടേഷൻ പോകുന്ന പോലീസുകാർ തന്നെയാണ്. വേറെ പ്രത്യേക സാധനമൊന്നുമല്ല. സംസ്ഥാന പോലീസിൽ നിന്നും ഡെപ്യൂട്ടേഷൻ പോകുന്നവരാണ് ഈ CBI അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് അന്വേഷണം, വേറൊരു ബാഹ്യശക്തിയുമില്ല. ഏതെങ്കിലും ഒരാൾ അയ്യപ്പന്റെ ഒരു പിടി സ്വർണമെടുത്താൽ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വരും. ഇതല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്നും പറഞ്ഞത്, ഇന്നും പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം. നിങ്ങളൊരു രാഷ്ട്രീയത്തിന് നിറം നോക്കണ്ട. പ്രതികൾ BJP ആയിക്കോട്ടെ, പ്രതി കോൺഗ്രസ് ആയിക്കോട്ടെ, പ്രതി ഇടതുപക്ഷമായിക്കോട്ടെ, ആരാണെങ്കിലും തട്ടിപ്പ് നടത്തിയവർ ജയിലടയ്ക്കണം. ഈ നിലപാടെന്താ കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയാത്തത്? അപ്പൊ അതുകൊണ്ട് കോഴിക്കട്ടവന്റെ തലയിൽ പപ്പുണ്ടെന്ന് പറയുന്നത് പോലെ ഇങ്ങനെ സതീശൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. SIT വേണ്ട. ഞാൻ കോൺഗ്രസ്സുകാരോട് പറയുന്നത് വളരെ വേഗം നിങ്ങൾ ഇപ്പോൾ എഴുതിയ പാട്ടുണ്ടാക്കിയ പാട്ട് തിരുത്തി പാടുന്നതാണ് നല്ലത്. പോറ്റിയെ കയറ്റിയത് ആരപ്പ, UDF ആണ് അയ്യപ്പ. പോറ്റിയെ കയറ്റിയത് ആരപ്പ, ജയിലിൽ കയറ്റിയത് പിണറായിയാണപ്പ എന്ന് പാടുന്നതാണ് UDF നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞങ്ങളുടെ ജാഥാംഗങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കള്ളപ്രചരണവുമായി ഇങ്ങനെ UDF കേരളത്തിൽ നടക്കുകയാണ്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സതീശന്റെ യാത്രയിൽ അവസാനം 1001 കള്ളങ്ങൾ എന്ന ബുക്കും പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഇങ്ങനെ നെറികെട്ട നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. 100 നുണകൾ പറഞ്ഞാൽ ബിരിയാണി കിട്ടിയാലോ എന്നാണ് സതീശൻ കരുതുന്നത്. എന്നാൽ 2016-ലും 2021-ലും നിങ്ങൾ ഇതിനേക്കാൾ നിശ്ചിതമായ നുണപ്രചരണം നടത്തിയതാണ് എന്ന് കേരളത്തിനറിയാം. പഴയ നുണപ്രചരണം ഓർക്കുന്നുണ്ടോ? നിങ്ങൾ കൂട്ടുപിടിച്ച മാധ്യമങ്ങളുടെ ചാനലുകൾ എത്രയോ മണിക്കൂറുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേട്ടയാടി. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി എന്തൊക്കെ എല്ലാ കഥകൾ നിങ്ങൾ പ്രചരിപ്പിച്ചോ? സ്വർണം വലിയ തോതിൽ ഇറക്കുമതി ചെയ്തു എന്ന് പ്രചരിപ്പിച്ചില്ലേ നിങ്ങൾ? അന്നത്തെ മന്ത്രി KT ജലീൽ ഖുറാനകത്താണ് സ്വർണം കൊണ്ടുവന്നു. ഈന്തപ്പഴത്തിന്റെ കുരുവിന് പകരം സ്വർണമായിരുന്നു. എന്തൊക്കെ പ്രചാരവേല നിങ്ങൾ നടത്തി. 2021-ൽ എത്ര ടൺ പത്രം മനോരമയും മാതൃഭൂമിയും അച്ചടിച്ചു? എത്ര ലിറ്റർ മക്ഷി അവർ ഒഴുക്കി? എത്ര മണിക്കൂർ മനോരമയും മാതൃഭൂമിയും അതുപോലെ ഏഷ്യാനെറ്റുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാർ, മുഖ്യമന്ത്രി കുരുക്ക് മുറുകുന്നു, കുരുക്ക് മുറുകുന്നു, കുരുക്ക് മുറുകുന്നു വാർത്ത കൊടുത്തില്ലേ? എന്നാൽ പ്രബുദ്ധരായ കേരളത്തിലെ ജനത 2021 തെരഞ്ഞെടുപ്പിൽ ഒരു തീരുമാനമെടുത്തു. 91 പോരാ, ഇടതുപക്ഷത്തിന് 99 സീറ്റ് ഞങ്ങൾ നൽകുന്നു, നിങ്ങൾ ഭരിക്കണം ഇനി മുന്നോട്ട്. 2026 അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഞങ്ങൾ ഈ ജാഥയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കിനിയും കേരളത്തെ മുന്നോട്ട് നയിക്കണം. പഴയ ഇരുണ്ട കേരളത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. നമുക്കൊരു പുതിയ കേരളം, നവകേരളം സൃഷ്ടിക്കണം. എല്ലാവർക്കും ആരോഗ്യവും വിദ്യാഭ്യാസവുമുള്ള,
ഈ കേരളത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പാർപ്പിടമുള്ള, എല്ലാ വീടുകളിലും പ്രതിമാസ വരുമാനമുള്ള, തൊഴിലുള്ള മനുഷ്യരുള്ള ഒരു പുതിയ നാടായി കേരളത്തെ മാറ്റണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയായ ഭരണം ഈ കേരളത്തെ മുന്നോട്ട് നയിക്കണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിൽക്കണം. അതാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ചിലർ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണമൊക്കെ കൊള്ളാം, അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ 10 വർഷമായില്ലേ. നിർദോഷികളായ ചിലരുടെ ചില വാക്കുകളാണ്. എന്നാൽ ചില കോൺഗ്രസ് MLA-മാർ 50 വർഷം വരെയാണ് മത്സരിക്കുന്നത്, ഒരു പ്രശ്നമില്ല. സതീശൻ തന്നെ മത്സരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 40 വർഷം കഴിഞ്ഞു എന്നാണ്, പറവൂരില്ലേ 40 വർഷം കഴിഞ്ഞു എന്നാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷം പൂർത്തീകരിച്ചു. അതുകൊണ്ടൊന്ന് മാറിയാ കൊള്ളാം. ഇതൊരു ചർച്ച ഉണ്ടാക്കുന്നതാണ്. നമുക്കൊരു കാര്യം അവരോട് പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കേരളത്തിൽ ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയ ഒരവസരത്തിലും സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഈ നാടിനെ കൊള്ളയടിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചത്. നിങ്ങളുടെ ഭരണകാലത്ത് അഴിമതിയുടെ കഥകളാണ് ദൈനംദിനം ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. എറണാകുളം ജില്ലയിലല്ലേ പഞ്ചവടി പാലം, പാലാരിവട്ടം, ഒരു പാലമുണ്ടാക്കാൻ സിമന്റും കമ്പിയും വേണ്ട എന്ന് തെളിയിച്ചില്ലേ അന്നത്തെ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്. ഗണേഷ് കുമാർ കേരളത്തിലെ ആരാധ്യനായ മന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ, നെയ്യില്ലാതെ നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ UDF-ന് മാത്രമേ കഴിയൂ, കമ്പിയില്ലാതെ സിമന്റ് ഇല്ലാതെ പാലമുണ്ടാക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ജയിലിലല്ലേ ആ മന്ത്രി പോയത്? എത്ര മന്ത്രിമാരാണ് അഴിമതിയുടെ കരപുരണ്ട് ജയിലിലേക്ക് പോയത് നിങ്ങളുടെ കാലത്ത്? കഴിഞ്ഞ 10 വർഷം ഈ കേരളത്തിന്റെ സംശുദ്ധ ഭരണം, ഏതെങ്കിലും ഒരു അഴിമതി നിങ്ങൾക്ക് നിയമാനുസരണം മുന്നോട്ട് വെക്കാൻ ഈ കേരളത്തിൽ കഴിഞ്ഞോ? അതുകൊണ്ട് സംശുദ്ധമായ ഒരു ജനകീയ ഭരണം, ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന വിനയ പുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ.